സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ട് വരാനുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേടൻ കോപ്പി അടിച്ചുണ്ടാക്കിയ പാട്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വേടൻ തന്നെ പറയുകയുണ്ടായി. അതായത് AR റഹ്മാൻ്റെ പാട്ടിൽ നിന്നാണ് വേടൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വരികൾ എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈണം എടുത്തിട്ടാണ്. അത് ആ രീതിയിൽ തന്നെയല്ല, വേടൻ്റേതായിട്ടുള്ള രീതിയിൽ തമിഴിൽ നിന്നൊക്കെ പാട്ടെടുത്തതിന് ശേഷം അത് വേടൻ്റേതായിട്ടുള്ള രീതിയിൽ ഡീകോഡ് ചെയ്തിട്ടാണ് വേടൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വേടൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറേ പേര് കണ്ടു. അതോടൊപ്പം തന്നെ കുറേ കമൻറ്റുകൾ ഞാൻ അതിൽ വായിക്കാനിടയുണ്ടായി. എല്ലാം ഞാൻ ഫുള്ള് വായിച്ചില്ല, കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ ചില കമൻറ്റുകൾ ഞാൻ കണ്ടപ്പോൾ എനിക്കന്ന് വന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുക തന്നെ ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വേടൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നീ എന്തുകൊണ്ടാണ് ഈ എപ്പോഴും വേടനെ പറയുന്നത്, നിനക്ക് വേടനെ മാത്രമേ കിട്ടാറുള്ളൂ എന്നുള്ള. അതിനുള്ള റിപ്ലൈ എല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലെല്ലാം നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നത് നിർത്താറായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഞാൻ നിർത്താൻ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഉള്ളിലുള്ള ഈ പറയുന്ന ചെറ്റത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ചില ജാതി വർണ്ണ വിവേചനങ്ങളൊക്കെ നിങ്ങൾ മാറ്റാൻ തയ്യാറാവുന്നോ അന്ന് ഞാൻ ഈ സംസാരവും നിർത്തും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മുന്നോട്ട് പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ആ വേടനെ മാത്രമല്ല ഞാൻ സംസാരിക്കാറുള്ളത്. ആ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അടിമത്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നും അടിമത്തം നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് അറിയാമോ? ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. കാരണം നിങ്ങളൊക്കെ അന്ധമായിട്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോൾ പലപ്പോഴും BJP എന്ന് പറയുന്നത്, BJP പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്. BJP ചെയ്യുന്ന അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനകത്ത് പ്രധാനമന്ത്രിയെ പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരെയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിൽ ചില ആളുകൾ, അവിടുത്തെ പ്രതിനിധിയായിട്ട് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ആളുകൾ, ആ പ്രതിനിധികൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളെയാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നതിൽ എന്താണ് ഇത്ര അസഹിഷ്ണുത? ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ പറ്റണം. അല്ലാതെ മറ്റുള്ളവരുടെ അടിമയായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ വെള്ളപൂശാനായിട്ട് സംസാരിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങളൊക്കെ കമൻറ്റ് ഇടുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കമൻറ്റ് ഇട്ടോ, നിങ്ങൾ അവരുടെയൊക്കെ അടിമയായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അടിമയാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഞാൻ അതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പിതാമഹനില്ലാതെ അല്ലെ പിതാക്കന്മാരില്ലാതെ ജനിച്ചു വന്നവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ഞാൻ ആ കമൻറ്റൊക്കെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം, സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ കണ്ടൊരു വേറൊരു കമൻറ്റാണ്. അതിൽ അവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല, കുറച്ച് മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിൽ വന്നിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഹലോ, ഹൗ മച്ച് യുവർ അഗ്രിമെൻറ്റ് പെർ വീഡിയോ ബിറ്റ്വീൻ യു ആൻഡ് വേടൻ? ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് യു വൺ ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദി വേടൻ, സോ യു വാട്ട് ടു ഗെറ്റ് സാലറി ഫ്രം വേടൻ. അത് കമൻറ്റ് ഇട്ടിരിക്കുന്നത് പുരുഷോത്തമൻ KC. എടാ മോനെ പുരുഷോത്തമൻ KC, പ്രായമൊക്കെ ഞാൻ നോക്കുന്നില്ല, ഞാനുള്ള കമൻറ്റ് അങ്ങ് പറയാം, റിപ്ലൈ അങ്ങ് പറയാം. ഇതിന് എനിക്ക് എന്താണ് കിട്ടുന്നതെന്ന് നീ ചോദിച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടും. സത്യം പറയല്ല, എനിക്ക് സമാധാനം കിട്ടും. എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹത്തിൽ ഈ നടക്കുന്ന കൊള്ളരുതായ്മകൾ മുന്നിലേക്ക് വരച്ച് കാണിക്കുമ്പോൾ, അത് ഒരു വ്യക്തി വരച്ച് കാണിച്ചപ്പോൾ അവനെ ജിഹാദിയാക്കി, രാജ്യദ്രോഹിയാക്കി, അവനെ ഈ പറയുന്ന LTT വിഭാഗത്തിൽപ്പെട്ടവനൊക്കെ ആക്കി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരാളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. അത് വേടൻ ഒരു കാരണമായെങ്കിൽ ആ കാരണം പിടിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യും. അതിൽ നിനക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതിനകത്തിൽ 100-ൽ 99% ആളുകളും അതിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങനെ ആരുടെയും പ്രതിനിധിയോ അല്ലെങ്കിൽ ആർക്കും വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അത് എടുത്ത് കാണിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അത് കാണിക്കുമ്പോൾ ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ, അത് കാണിക്കുമ്പോൾ BJPക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, BJPയിലെ പ്രതിനിധികൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ഉന്നത കുലത്തിലിരിക്കുന്ന ആളുകൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ബ്രാഹ്മണർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ആർക്ക് പൊള്ളിയാലും ഞാനത് കാണിക്കുക തന്നെ ചെയ്യും. കാരണം കൊള്ളരുതായ്മകൾ കാണിച്ചാൽ പോരല്ലോ, അത് പറയുമ്പോൾ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പറഞ്ഞാലാണ് പ്രശ്നം. ആരെങ്കിലും പറഞ്ഞാലാണ് പ്രശ്നം. ഈ വാക്കെടുത്തവനെ വാള് കൊണ്ട് വെട്ടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് എന്തായാലും അധിക നാൾ പോവില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ആർക്കും ആരെയും വിമർശിക്കാനും ആർക്കെതിരെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ എന്നെ പറയാനുള്ള അവകാശമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നെയും നിങ്ങൾക്ക് പറയാം. പക്ഷേ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ അതിനെതിരെ കണ്ണടച്ചുകൊണ്ടിരിക്കാൻ, ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. ഇനി അല്ലെങ്കിലും കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേടൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു സർക്കിളിൽ ഞാനിന്ന് സംസാരിക്കും. അപ്പോൾ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ നമുക്ക് അതിനെതിരെ കണ്ണടച്ചുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കാം, എനിക്കത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യും. അത് വേടനെ ഊന്നിപ്പിടിച്ചാണെങ്കിൽ വേടനെ തന്നെ ഊന്നിപ്പിടിക്കും. അതിൽ അസഹിഷ്ണുത ഉണ്ടാകുന്ന ആർക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. അത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും, നിങ്ങളെ ഒഴികെ. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഹൗ മച്ച് യുവർ സാലറി? എനിക്ക് സാലറി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു സാലറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ വേണ്ടിയിട്ടോ അല്ല.
ഞാൻ ഈ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് സംസാരിക്കുക. കുറച്ച് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ആ കൊള്ളരുതായ്മകൾ തന്നെ അത് വേടനെതിരെ ആവുമ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ, ആ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സമുദായത്തിൽപ്പെട്ട എല്ലാവരെയുമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടി ഇവർ ഈ പറയുന്ന കരിവാരിത്തേക്കാനായിട്ട്. അത് ആരെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇന്ന പാർട്ടിയോ BJP യോ RSS ഓ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വിട്ടുതരണം, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആരാണ് ഇത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്കെതിരെ അല്ലെങ്കിൽ അവർ ഈ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഞാനാണ് വേടൻ്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് നീ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേടൻ്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ വേടന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആ വേടൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാൾ തന്നെയാണെന്ന് ആർക്കും സംശയമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അവനെ നമ്മൾ അനുകൂലിക്കുക തന്നെ ചെയ്യും. ഈ അപ്പോൾ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമൊന്നും നിങ്ങളെപ്പോലെ നമുക്ക് ആർക്കും ഇല്ല കേട്ടോ. പിന്നെ കുറേ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിൽ വേറെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പുരുഷോത്തമൻ തന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യമാണ്, വി ആർ നോട്ട് അഡ്രസ്ഡ് ടു ഹിം ഫോർ അവർ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, യു വാണ്ട് ഹിം ഫോർ യു സെലക്ട് ഫോർ യുവർ ഫാമിലി റെപ്രസെൻറ്റേറ്റീവ്. എൻ്റെ ഫാമിലി റെപ്രസെൻറ്റേറ്റീവ് ആക്കണോ വേണ്ട എന്നുള്ളത് ഞാനല്ലേടാ പുരുഷോത്തമ തീരുമാനിക്കുന്നത്, അല്ല നീയോ നിൻ്റെ പിതാവോ അല്ലല്ലോ. അതുകൊണ്ട് നിൻ്റെ ഈ തോന്നിവാസവും നിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുമ്പോൾ മുഖമില്ലാതെയാണ് നീ സംസാരിക്കുന്നത് ഓർക്കണം. അതൊക്കെ നിൻ്റെ വീട്ടിലങ്ങ് വെച്ചാൽ മതി, രണ്ടായിട്ട് മടക്കി കുത്തി നിൻ്റെ മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇതുപോലെ കമൻറ്റ് ഇട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. കമൻറ്റ് എല്ലാവർക്കും ആവിഷ്കാരം, ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൊള്ളരുതായ്മകൾ കാണുമ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ അടിമയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ പുരുഷോത്തമൻ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, ഞങ്ങളാരും വേടനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് വേടനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നൊക്കെയാണ് പുരുഷോത്തമൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളാണ്, അത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയാണ്. ആ ചിന്താഗതിയെ മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ കണ്ണടച്ച് ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. അതേസമയം ഉറങ്ങുന്നവരാണെങ്കിൽ നമുക്ക് ഉണർത്താം എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ കാര്യം. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്നവരെ ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത് നല്ലതും വരും മോശവും വരും. അമ്മയെ തല്ലിയാൽ പോലും രണ്ട് പക്ഷമുള്ളൊരു നാടാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത് ആ രീതിയിൽ തന്നെ പോകും. എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നതെന്നും വേടൻ ആരുടെ ശബ്ദമാണെന്നുള്ളതും എല്ലാം നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ വേടൻ്റെ പാട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു പാട്ടല്ല, പിന്നെന്താണ്, അത് ജനം പറയുന്ന അവരുടെ ജീവിതമാണ്. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. മുൻപുണ്ടായിരുന്ന ഗാന്ധിജി ഉണ്ടെങ്കിൽ ഗാന്ധിജി നമ്മൾ പിന്തുണയ്ക്കും. ആ സമയത്ത് ഞാനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരുണ്ടെങ്കിലും അവരെ നമ്മൾ പിന്തുണയ്ക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്തുണയ്ക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് വേടൻ്റെ കാര്യം. വേടൻ മുന്നോട്ട് വെക്കുന്ന എനിക്കും നിനക്കും എല്ലാവർക്കും ഒരേപോലെ ഉതകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ നിലകൊള്ളുന്നതെങ്കിൽ അവനൊപ്പം തന്നെ നിൽക്കും. ഇനി അവൻ അതിനെതിരെയാണ് നിൽക്കുന്നതെങ്കിൽ അവനെതിരെ നമ്മൾ നിൽക്കും. അപ്പോൾ ആര് എന്ത് നല്ലത് ചെയ്യുന്നു ആ നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയാൻ പഠിക്കുക ആദ്യം. അപ്പോൾ ഇനി ഒരുപാട് കമൻറ്റുകളുണ്ട്. ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിടാം. എന്തായാലും അത് അവിടെ കിടക്കട്ടെ, അവരോടൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിനെ നല്ല രീതിയിൽ എടുക്കുന്ന ആളുകളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതുള്ളവർ കേൾക്കുക, ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ആരെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വാക്കുകളെ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ആരെയും ഇതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ അത് ഞാൻ എടുത്തിട്ട് കാണിക്കുന്നു എന്നുള്ളത് മാത്രം. അതിൽ പൊള്ളുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത് നമ്മുടെ വേടൻ, എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേരളത്തിലെ ഒരു പൊന്നുമോനെ പോലെ കാണുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ സിനിമയിലേക്ക് കയറുകയാണ്. അതാണ് ഒരു ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും നാളും സ്റ്റേജുകൾ കയറി ഇറങ്ങി നമ്മുടെ കേരളക്കരയെ ഒന്നാകെ കയ്യിലെടുത്ത, അല്ലെങ്കിൽ കേരളക്കരയുടെ മനം കവർന്ന, അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവരെ ശബ്ദമായിട്ട് പിന്തുടർന്ന, അല്ലെങ്കിൽ നിശബ്ദരാക്കപ്പെട്ടവരുടെ രാഷ്ട്രീയമായിട്ട് മുന്നിലേക്ക് നിന്ന ആ വേടൻ ഇനി സിനിമയിലേക്ക് പോവുകയാണ്. അങ്ങനെ വേടനെ തമിഴ് സിനിമയിലേക്ക് എടുത്തിരിക്കുകയാണ്. അത് വിജയ് മിൽട്ടൺ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വേടൻ്റെ റോൾ എന്താണെന്ന് പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ തെരുവിൽ നിന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ രാജകീയ പദവിയിലേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാജകീയ പദവി ഓൾറെഡി വേടന് കിട്ടിയതാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ കൊടുത്തതാണ്. അവർ തലപ്പാവും ആ രാജകീയ പദവി എല്ലാം വേടന് ഓൾറെഡി കൊടുത്തതാണ്. ഇപ്പോൾ വേടന് സിനിമയിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയിരിക്കണം. അപ്പോൾ ആ ഒരു വാർത്ത 24 ന്യൂസ് ഇന്നലെ പുറത്തു വിട്ടതാണ്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. റാപ്പർ വേടൻ തമിഴ് സിനിമയിലേക്ക് വിജയ് മിൽട്ടൺ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. രാജ് തരുണാണ് ചിത്രത്തിലെ നായകൻ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, അങ്ങനെ റാപ്പർ വേടൻ തമിഴ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം നടത്തുന്നുവെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. എപ്പോഴാണ് ഇതിന്റെ ചിത്രീകരണം ആരംഭിക്കുക? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, വിജയ് മിൽട്ടന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലേക്ക് ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിലാവും റാപ്പർ വേടൻ ഇത്തരത്തിൽ തമിഴിൽ തന്റെ അരങ്ങേറ്റം കുറിക്കുക. വലിയ ആവേശത്തോടു കൂടിയാണ് തമിഴിലെ സംഗീതാസ്വാദകർ ഈ ഒരു
അദ്ദേഹത്തിന്റെ എൻട്രിയെ സ്വാഗതം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇത് തരംഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിലൂടെ ആണ് ഇത്തരത്തിൽ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് തമിഴിലെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി റഫ് നോട്ട് പ്രൊഡക്ഷൻസ്, അതായത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. ഈ ഗോലിസോഡ പോലുള്ള ചിത്രത്തിലൂടെ വന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് ആ ഒരു സീരീസ്, ആ ഒരു സീക്വൻസിലാണ് അദ്ദേഹം ചിത്രങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം, അദ്ദേഹത്തിന് തമിഴിലൊരു ഡെബ്യൂട്ട് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പാട്ട് ഉടൻ തന്നെ തമിഴിലും കേൾക്കാൻ കഴിയും. പ്രവിധ, കണ്ടില്ലേ, തമിഴിൻ്റെ തെരുവോരങ്ങളിൽ ഇനി വേടൻ്റെ ശബ്ദം മുഴങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുരു പൊട്ടാനുള്ളവർക്ക് വീണ്ടും പൊട്ടാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീസണായി, കുരുപൊട്ടൽ സീസണും ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അത് ആരാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇനി ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി അടുത്ത ആളുകൾക്ക് വിഷമം വരണ്ട. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ, അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം വേടൻ ആരാണെന്നും വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേടന് വീണ്ടും ഒരു ആദരവ് കിട്ടിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം വേടൻ ഇനി അറിയപ്പെടാനായിട്ട് വേടൻ എല്ലാ ലെവലിലും അറിയപ്പെട്ടു. നമ്മുടെ നാഷണലിലും ഇന്റർനാഷണൽ ലെവലിലും എല്ലാം വേടൻ അറിയപ്പെട്ടു. ഇനി വേടൻ അറിയപ്പെടാനായിട്ട് അധികം സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വേടൻ ഈ ഒരു സിനിമയുടെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ ആവശ്യകതയില്ല. പക്ഷേ എന്നിരുന്നാലും വേടനെ തമിഴകം കൂടി യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, വേടൻ്റെ കഴിവിനെ അവർ കൂടി യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളൊരു വേടൻ ആ ലെവലിലേക്ക് എത്തിപ്പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന അടിമയാക്കപ്പെട്ടവൻ ആ ലെവലിൽ നിന്ന് മാറിയിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ശബ്ദമായിട്ടും മറ്റുള്ളവരുടെ രാഷ്ട്രീയമായിട്ടും മറ്റുള്ളവരുടെ ആശയവും മറ്റുള്ളവരുടെ ആദർശവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അംഗീകരിക്കുക തന്നെ ചെയ്യും. ഇതിന് മനം നോക്കുന്ന അല്ലെങ്കിൽ അത് വിഷമിക്കുന്ന ആളുകൾ വിഷമിച്ചാലൊന്നും എനിക്കൊരു കോപ്പും തോന്നാനുമില്ല. അപ്പോൾ പറയാനുള്ളത്, ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും. നല്ലത് അധികം ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നല്ലതെന്ന് പറയാത്തത്. പിന്നെ ചില കമൻറ്റുകളിലുണ്ട് ബി.ജെ.പിയുടെ പണം വാങ്ങി നക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. ഞാൻ ബി.ജെ.പിയുടെ പണം ഒന്നും വാങ്ങി നക്കുന്ന ഒരാളല്ല. സ്വന്തമായിട്ട് പണിയെടുത്തിട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് ഞാൻ വല്ലതും കഴിക്കാറുള്ളത്. നീ അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ നീ നോക്കുക, അല്ലാതെ വന്നിട്ട് ഇങ്ങനെ മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കമൻറ്റ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കമൻറ്റ് ഒന്നും ഓഫ് ചെയ്യുന്നില്ല. കമൻറ്റ് ഇടാനുള്ളവർക്കെല്ലാം ഇടാം, ഇതിന് റിപ്ലൈ ഇടാനുള്ളവർക്കെല്ലാം ഇടാം. പക്ഷേ ഞാൻ ഇനി വേടനെ പറ്റി തന്നെ വീഡിയോ ചെയ്യും. ഇനി അത് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. വേടനാണ് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ആ വേടനെ പറ്റി തന്നെ ചെയ്യും. നാളെ നീയോ ഞാനോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മറ്റുള്ളവരും വിമർശിക്കട്ടെ. അതിനെന്ത് പ്രശ്നം? വിമർശനങ്ങൾ എപ്പോഴും വരട്ടെ. അതിൽ മനം നോവുന്ന, അതിൽ ഇത്രയും കുരുപൊട്ടുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരുപൊട്ടുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. എന്തൊക്കെ കഷ്ടമാണല്ലേ.